ബസ് നമ്പർ 5032 BP അടിമാലി ശാന്തപാറ നെല്ലിയാമ്പതി രാജാക്കാട് വഴി സൂര്യനെല്ലി ഉടൻ തന്നെ പുറപ്പെടുന്നു. ബസ് നമ്പർ 2022 ചാലക്കുടി അങ്കമാലി കാലടി ചൊവ്വരക്കപ്പുറങ്ങ ശ്രീമൂലനഗരം വഴി തൃശൂർ പുറപ്പെടുന്ന വണ്ടി ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. കട്ടപ്പനയ്ക്ക് പോകേണ്ട യാത്രക്കാര് സ്റ്റാൻഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന TL 52 കയറണം. വണ്ടി ഉടൻ തന്നെ അത് പോയി. ഒരാൾ കൂടെ കയറിയാ പോവും സാറേ. ഈ ബസ് ഉടനെ എങ്ങനെ പോവോ? ഇവിടെ ഒരാൾ കൂടെ കയറിയാ പോകുന്നു പറഞ്ഞില്ലേ? ഇത് കുറെ നേരമായാലും പറയുന്നത്. ഞങ്ങൾ ഇത്രയും പേര് കയറില്ല, എന്നിട്ട് പോയിക്കൂടെ? ഇവിടെ ഒരാളെന്ന് പറഞ്ഞാൽ ഡ്രൈവറില്ലാതെ ഞാൻ വണ്ടി ഓടിക്കണോ? ഇയാൾ എവിടെ പോകുന്നത്? ഒരു കൊല്ലം. ഇവിടെ ഒരു കൊല്ലം ഇവിടെ 6 മാസം. അയ്യോ അതല്ല, കുട്ടി എങ്ങോട്ടാ പോകുന്നേ? അയ്യോ ഞാൻ കൊല്ലത്തേക്കാണല്ലേ? തനിച്ചേ ഉള്ളൂ? അതെ. വെരി ഗുഡ്. സ്റ്റാൻഡ് വിട്ട് പോകണം. അപ്പം ഞാൻ ഇവിടുന്ന് പോകത്തില്ല. വെള്ളം കുടിച്ചോണ്ട് വണ്ടി കയറരുത്. വണ്ടി കയറരുത് സാറേ, സൂക്ഷിച്ചത് പോക്കറ്റടിക്കാരൻ. അതെ, വെള്ളം കുടിച്ചോണ്ട് വണ്ടി കയറണം. ഇവിടെ വേണ നീ ധൈര്യം വേണ്ടി പുറത്തേക്ക് വേടാ, ശരിയായി തേടാ നിന്ന. നനഞ്ഞപ്പോൾ നെഞ്ചിലൊരു ബൽബല്ലേ, നിന്റെ ചിരിക്കമുന കണ്ട് നെഞ്ചിലൊരു ബൽബല്ലേ. ഇവിടെ താൻ എന്ത് വൃത്തിയാണ് കാണിക്കണേ? എന്താ ബസ്സിനകത്താണോ ഡ്രിങ്ക്സ് അടിച്ച് കയറുന്നത്? അല്ല മിസ്റ്റർ, എങ്ങനെ ഡ്രിങ്കുകളും എങ്ങനെ ഡ്രിങ്ക് ഉണ്ടാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നെ കൂടുതൽ ഡ്രിങ്കിക്കല്ലേ, ഞാൻ കുറെ ഡ്രിങ്ക് ഇട്ടുള്ള ആളാ. ഒരു ഡ്രിങ്ക് വന്നിരിക്കുന്നു. മുന്നേ ഡ്രിങ്കോ. എടോ, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അത് ആരോഗ്യമുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് അത് വിഷയമില്ലെന്നേ. അതിനോട്ടോ പ്രോബ്ലം. ഓക്കെ. എടോ, മദ്യം വിഷമാണ്. അതിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. ഏതായാലും എടോ, മദ്യത്തിൽ മീതൽ ആൽക്കഹോൾ ഉണ്ടെന്ന്. നമ്മുടെ പയ്യനാ, കൊച്ചു പയ്യനാണ്. അവനെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ വന്നിരിക്കുക. മുന്നേ നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴിലുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല കേട്ടോ. ഒന്ന് പോടുക. എന്ത് ചെയ്യാനാണെന്ന് പയ്യൻ ഭയങ്കര സെറ്റപ്പാ. വലിയ മാന്യനാണെന്നാ വിചാരം. ഇംഗ്ലീഷ് പത്രം തരംതിരിച്ചു പിടിച്ചാവും വായിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി വിദ്യാഭ്യാസം ഇല്ലാത്തതിന് പത്രം എന്തിനുള്ളതെന്ന്. ഇഷ്ടം കൊള്ളാം. ഒന്ന് പോടുക. പിന്നെ വേണ്ട കേട്ടോ സാറേ. ദിസ് ഈസ് മൈ സ്പോട്ട്. ഓക്കെ. എന്താ സാറേ വേണ്ടി തിരുവനന്തപുരത്തിന് പോകും? ഇത് തിരുവനന്തപുരത്തോട്ട് പോകില്ല, ഇത് കൊല്ലം വരെ പോകണ്ടില്ലേ? കൊല്ലം സൂപ്പർ ഫാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? കൊള്ളാം. പക്ഷെ ഈ വണ്ടി തിരുവനന്തപുരത്തിനായിരുന്നു, എനിക്ക് തിരുവനന്തപുരത്തിന് പോയിരുന്നല്ലേ? ഹലോ സഹോദര, ഈ വണ്ടി തിരുവനന്തപുരത്തോട്ട് പോകില്ല, കൊല്ലം വരെ പോകൂ. അതാണ്. പക്ഷെ തിരുവനന്തപുരത്തിനായിരുന്നെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തിന് പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തോട്ട് പോകില്ല, കൊല്ലം വരെ പോകൂ. സാറേ, ഈ ബസ് നേരെ കൊല്ലത്തിനല്ലേ പോകുന്നത്? അതെ അതെ അതെ. പിന്നെ ഇടയ്ക്കുള്ള വളമൊക്കെ നിന്റെ അപ്പം വന്ന് വളയ്ക്കും. ഇവരുടെ വിടുത്തുകാരനാണ് അത്. ഇത്രയും തടിയും തഞ്ചടും ഉണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനാണ്. തലയ്ക്കകത്തൊരു കിഡ്നി പോലും ഇല്ല. ഒരു പാട്ട വണ്ടിയുണ്ട്, ആവശ്യമില്ലാത്ത കുറെ നിയമങ്ങളും. കയ്യന്തലയും പുറത്തിടരുതേ. അത് ശരിയാ, കയ്യന്തലയും പുറത്തിട്ട് കഴിഞ്ഞാൽ കടം കൊടുക്കാനുള്ള കണ്ടാ പിടിച്ചോണ്ട് പോകുന്നു. സൗജന്യ യാത്ര പാടില്ല. നമുക്ക് 6 ഓസ് വേണ്ടേ? നമ്മളെങ്ങനെ ജീവിച്ചോളാം. സ്ത്രീകളുടെ സീറ്റ് ഇരിക്കാൻ പാടില്ല. ശരി. എന്താണ് കണ്ടോ കണ്ടോ, കൂടുതൽ നമ്പർ ഇറക്കല്ലേ. പുകവലി പാടില്ല. സർഗ വന്ന് എന്താണോ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോട്ട് വല്ല കുഴപ്പമില്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എനിക്കെന്താ കുഴപ്പം? അല്ല, ഇവിടെ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിയമമാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. എടോ, ഈ ബസ്സിൽ കാണുന്ന നിയമമൊക്കെ അനുസരിച്ച് യാത്ര ചെയ്താൽ മതി. അങ്ങനെയാണ്. ഉമ്മ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എവിടുന്ന് വരണ്ടേ? ബസ്സിരിക്കുന്ന മാന്യത്തകർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ വിൽക്കുന്നത് ചെറിയൊരു പുസ്തകമാണ്. എന്തുകൊണ്ട് തുച്ഛമായ വിലയുള്ളൂ. ആർക്കും വാങ്ങാം, എപ്പോഴും വാങ്ങി, എവിടെ വെച്ച് വേണം വാങ്ങാം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അടയ്ക്കുന്ന ചെറിയൊരു പുസ്തകമാണ്. പട്ടിയുടെ വാലാട്ടുന്നത് എന്തുകൊണ്ട്? പട്ടിയുടെ വാലുകൊണ്ട്. അല്ല പിന്നെ മൂക്കൊണ്ടാട്ടാൻ പറ്റുമോ വാല്? പൊന്നാട് ഞാൻ ജീവിച്ചു നോക്കട്ടെ, മിണ്ടായിരിക്കാമോ? ഓക്കെ, അയ്യോട്ട് വെള്ളം അടിച്ചോണ്ട് ഓരോരുത്തമാര് ബസ്സിനകത്ത് കയറിക്കോളും. എന്തുകൊണ്ട് അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ്? നിന്റെ അടുക്ക് അമേരിക്ക കാണാതെ പോയാ ഇതാരപ്പ അമേരിക്ക അടിച്ചോണ്ട് പോയാ? മിണ്ടായിരിക്കോ? നീ പറയാ, നീ നിന്റെ പണി നോക്ക് കേട്ടാ. നീ എന്തുകൊണ്ട്
ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇല്ല. നിന്റെ ശല്യം കൊണ്ട് ഇറങ്ങിപ്പോടാ. നീ ആരെയാണോ പോവാൻ? നീ ആരെയാണോ പേടിപ്പിക്കുന്നത്? ഇവിടെ താൻ കച്ചവടക്കാരെ ജീവിക്കാൻ സമ്മതിക്കൂലേ? എന്നാ? ഒരുപാട് നേരം ഞാൻ തുടങ്ങി കേട്ടോ, പേടിച്ചു പോയല്ലോടാ. ഹലോ. ആഹാ, അവിടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ഇതിനു മാത്രം മണി കൊടുക്കാൻ പറ്റും. ആ ചേട്ടനാണോ? ചേട്ടൻ ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ കേട്ടോ. ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോ? ആ അതെ, ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്താ മതി. ഓക്കെ ചേട്ടൻ, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഓക്കെ ഓക്കെ. സെറ്റപ്പ് മാറിപ്പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പില്ല. ഇപ്പൊ കുട്ടിക്ക് പാല് കൊടുക്കണ ചേട്ടനാ. എന്റെ പൊന്നു മക്കളെ, കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ എല്ലാരും ഒരു കാര്യം ശ്രദ്ധിച്ചോളെ. നമ്മൾ ചെയ്യാത്ത പല പരിപാടിയും നമ്മൾ ചെയ്യേണ്ടി വരും. കൊള്ളാം, നല്ല കമ്മലൊക്കെ അടിപൊളിയാ. എന്തോ ഒരു തരട്ടെ. നമ്മൾ വെച്ചോ, നമ്മൾ ജീവിച്ചു നോക്കട്ടെ. നമ്മളെ നെക്ലസ് ഒക്കെ അടിപൊളിയാ. എന്തോ ഒരു തരട്ടെ. ചേട്ടാ, ഈ പെണ്ണ് വലിയ കല്യാണല്ലേ. നല്ല കളർഫുൾ ചുരിദാറൊക്കെയാണേ. തരുന്നില്ലേ? തടയും ആൺപിള്ളേരെ നെഞ്ചത്ത് തരില്ല കേട്ടാ. താൻ ഇവിടെ എന്നിട്ട് എന്തായി കാണിക്കുന്നത്? ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറി നിൽക്ക്. എനിക്കിപ്പോൾ ഒന്നും മാറാൻ പറ്റില്ല. താൻ എന്താ മാറാത്തെ? ഞാൻ ഇവിടുത്തെ ഗോളിയാ. ഗോളിയോ? ഗോള് പോയി പോക്കണ്ടില്ലേ ചേട്ടാ. ഇവന്റെ കല്യാണം പോലും ഇതുവരെ തീർന്നില്ല. എന്നാപ്പ കല്യാണം വന്നപ്പോ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ, ഞാനൊരു വലിയ കുടുംബത്തിന്റെ അത്താണിയാണ്. ഒരു പണിയും എടുക്കാൻ സാധിക്കില്ല. എന്റെ ശരീരം ആകെ നശിച്ചു നാടകല്ല് പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബസ്സുകളിൽ നല്ല നല്ല പാട്ടുകൾ പാടി ജീവിക്കും. നല്ല നല്ല പാട്ടാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള സംഭാവന നൽകി എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കുക. ജ്യൂസ് ബടി ഹേ മസ്ത് മസ്ത്, ജ്യൂസ് ബടി ഹേ മസ്ത് മസ്ത്. ഞാൻ ഏത് വണ്ടി കയറിയാളെ ആ വണ്ടിയിലുണ്ടാവും അല്ലേ? ചുരുക്കം പറഞ്ഞ തലേന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. നന്നായിട്ടുള്ളത് കിട്ടണ്ടല്ലോ. സ്ത്രീകളെ ശല്യം ചെയ്യാതെ അങ്ങോട്ട് കയറി നിൽക്ക്. എന്റെ പൊന്നമ്മാനെ, താനാദ്യം സ്ത്രീയുടെ തോളത്തുനിന്ന് താഴോട്ട് ഫ്രണ്ടിലോട്ട് വെക്കോ ഫ്രണ്ടിലോട്ട് വെക്കോ എന്ന് പറഞ്ഞാൽ ഇയാൾ സ്ത്രീകളുടെ തോളത്ത് കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും. കണ്ടക്ടറാണെന്ന് പറഞ്ഞ എല്ലാം കയറി കണ്ടക്ട് ചെയ്യില്ലേ? ടിക്കറ്റ് എടുത്തോ? പുറകിൽ മീശ വെച്ച ഒരാൾ തരും. എന്ത്? പുറകിൽ മീശ വെച്ച ഒരാൾ തരും. സാധാരണ എല്ലാവർക്കും ഫ്രണ്ടിലാ മീശ. ഇതാരപ്പോ പുറകിൽ മീശ ഉള്ള? താൻ ടിക്കറ്റ് എടുത്തോ? താൻ ടിക്കറ്റ് എടുത്തോ? ഫ്രണ്ടിലെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആരും എടുത്തിട്ടില്ല. എന്നാ ബാക്കിലായിരിക്കും. എടോ, ബാക്കിൽ ആരും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അത് ശരി. അപ്പൊ ഫ്രണ്ടിലും ബാക്കിലൊന്നും ആരും എടുത്തില്ല. ഇല്ല. പിന്നെ സെന്ററിൽ ഞാൻ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. നീ കുറെ നേരമായിട്ട് ഞാൻ നീന്നാ? എന്താ അനാവശ്യം പറഞ്ഞ അടിച്ചതിന്റെ 32 പല്ല് ഞാൻ താഴെ ഇടും. ആഹാ, അങ്ങനെയാണ് ഒറ്റടിക്കുന്നതിന്റെ 64 പല്ല് ഞാൻ താഴെ ഇടും. താൻ കുറെ നേരമല്ലേ ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നത്? തനിക്കൊരു മനുഷ്യൻ എത്ര പല്ലുണ്ടെന്ന് അറിയാമല്ലേ? എനിക്കറിയാടാ. എന്തറിയാം? നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ നീ ഇതിന്റെ ഇടക്കേറി സംസാരിക്കുന്നു. നിന്റെ പല്ലൂടെ കൂട്ടി ഞാൻ പറഞ്ഞ കേട്ടാ. ഇവിടെ ശല്യം ചെയ്താണ് പോയിരിക്കണം. മാന്യന്മാർക്ക് കൂടെ യാത്ര ചെയ്യണം. എടോ, മാന്യന്മാർക്ക് യാത്ര ചെയ്യണമെന്ന്. ഓഹോ, ശരി മഞ്ഞ. അത് വൃദ്ധന്മാരുടെ സീറ്റാ. ആരെ? എടോ, വൃദ്ധന്മാർക്ക് ഇരിക്കേണ്ട സീറ്റാണ്. കണ്ട, കംപ്ലീറ്റ് CC അടഞ്ഞ് തീർന്ന ടീമിനും സീറ്റുണ്ട് ഇവിടെ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ സ്വല്പം മദ്യപിച്ച് പറഞ്ഞാൽ അവന് മാത്രം സീറ്റില്ല. ഇന്ത്യൻ പൗരന്റെ ഓരോ ഗതികേടെ. എടോ, അവിടെ എങ്ങനെ അടങ്ങിപ്പോയി ഇവിടെ മാന്യന്മാർക്ക് ബസ് യാത്ര ചെയ്യണ്ടേ? ഓഹോ, നീ മാന്യനല്ലേ? ശരി, രണ്ടാമത്തെ മാന്യ. എന്താണോ അത്? വികലാംഗരുടെ സീറ്റാ. വികലാംഗരുടെ കയ്യും കാലം കൊടിഞ്ഞു വന്നിരിക്കേണ്ട സീറ്റാ. ഇപ്പൊ അവിടെ വികലാംഗരാരും ഇല്ലല്ലോ. അവിടെ ഗ്യാപ്പില്ല. അത് ഫില്ല് ചെയ്യാൻ നീ ഇപ്പൊ അങ്ങനെ ഗ്യാപ്പ് ഫീൽ ചെയ്യേണ്ട. ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്നാ മതി. ഞാൻ അവിടെ ഇരിക്കും. ഇരിക്കുന്നാ? നീ പോടാന്നാ? സാറേ, രണ്ട് കൊടുക്കും സാറേ. വന്നപ്പോ തുടങ്ങി ശല്യം. അങ്ങനെ വന്നപ്പോ തുടങ്ങി ശല്യം. സാറേ, ഇനിയിപ്പോ കയ്യും കാലും ഒടിഞ്ഞ വികലാംഗന് ആ സീറ്റിലിരിക്കാലോ അല്ലേ?